ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അപ്പോൾ ഞാനിത് ആടിൻ്റെ മുന്നിൽ നിന്ന് ഞാനായിട്ട് പറയണില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഇതിൻ്റെ ഒരു ട്രീറ്റാണ് എല്ലാവർക്കും, ജിമ്മിക്കും. ആടെ ഇത് പിടിച്ചോ. അപ്പം ഈ ആട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹ സമ്മാനമാണ് ഈ എല്ലാവർക്കും കേട്ടോ, ചെക്കന്മാർക്ക് എല്ലാവർക്കും. കാരണം ഇവിടെ എപ്പോഴും ഉണ്ടാവുന്ന ചെക്കന്മാരാണ് റിനാന്, ഫർസാന്, അതേപോലെ സംസുക്കാക്ക, കോയക്കുട്ടിയാക്ക, ചെക്കന്മാരെ കൂട്ടത്തിൽ കൂട്ടിയിട്ടോ, കോയക്കുട്ടിയാക്കാനും സംസുക്കാക്കാനൊക്കെ. അതേപോലെ സൗദ്, സിദിന്, സൽമാനൊക്കെയാണ് ഇതിനെ ഫുൾ ടൈം നോക്കിയ ആൾക്കാരുടെ ലിസ്റ്റിലുള്ള ആൾ കേട്ടോ. അപ്പം എല്ലാവർക്കും എനിക്കിഷ്ടമുള്ള ഫുഡ് പറഞ്ഞാൽ മട്ടനാണ്. എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം മട്ടനാണ്. മട്ടൻ, ബീഫ്, ചിക്കൻ, അങ്ങനെയാണ് എൻ്റെ ഒരു കാറ്റഗറി വരുന്നത്. അപ്പോൾ ഇത് ആടുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾ ഇതാ വരുന്നുണ്ട്. ആടിനെ നോക്കാനും ഇതിനൊന്നും വന്നിട്ടില്ല. ഇവിടെ കുടുങ്ങി പോയതുകൊണ്ട് ഇന്നത്തെ സദ്യയിൽ ഉൾപ്പെട്ട ആളാണ്. അപ്പം ആടുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മളിന്ന് ഈ പരിപാടിക്ക് വിളിച്ചിട്ടുള്ളത് കേട്ടോ. ആടിനെ നോക്കി, ആടിനെ കൊടുന്ന്, ആടിൻ്റെ മൂത്രമൊക്കെ മേത്തായ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അപ്പം ആടുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിയ ആൾക്കാരെ മാത്രമേ ഇതിന് വിളിച്ചിട്ടുള്ളൂ. അപ്പം ഇന്ന് മഹാകർമ്മം നിർവഹിക്കാൻ പോകുന്നത് കോയക്കുട്ടിയാക്കിയും സംസുഖാക്കിയാണ് കേട്ടോ. അപ്പം എന്തായാലും മുറിയായോ? അപ്പം ഇന്ന് ഇവിടെ ഒരു കുഞ്ഞ് നോമ്പ് പറവ് ഉണ്ട് കേട്ടോ. ചെക്കന്മാരെല്ലാവരും വിളിച്ചിട്ടുള്ള ഒരു നോമ്പ് പറവ്. എല്ലാവരും ആടിനെ നോക്കി എല്ലാവരും ആടിന് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പം എന്തായാലും പാവുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കണില്ല, എനിക്കും ഇമോഷണൽ ആവും. ഇത് 2-3 ദിവസത്തിൽ നിന്നപ്പോൾ ആകെ മനസ്സടങ്ങാറായി. പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ മാറ്റി ഇങ്ങനെ പോയാൽ ആടിൻ്റെ ആളും ഞാൻ ചീത്ത പറയും. ഇതെത്തി മാറ്റം വാങ്ങണം ഉസറോടെ വാങ്ങണം എന്നൊക്കെ പറയാം. അപ്പോൾ അത് കേൾക്കേണ്ട വിചാരിച്ചിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വരുന്ന വീഡിയോകളിലും കാര്യങ്ങളിലും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നുള്ളതെന്നൊന്ന് കാണാം. എന്നോടെല്ലാവരും ക്ഷമിക്കണം, ആട് ഇങ്ങനെ ആയി. ഇത് ഫുള്ളിരുന്ന് കണ്ട ആൾക്കാരാണ്. അപ്പോൾ അർത്ഥം കേട്ടോ, നബീലാണ് ആടിന് അർത്ഥം. ഒരു കെട്ടൊക്കെ കെട്ടി കണ്ണ് മൂടിയാണ്ടാണ് അർത്തു. പിന്നെ ഇത് കണ്ടെന്നു കാട്ടണേ ആടിനെ, പറ്റിയ ആടിനെ തിന്നാൻ പറ്റുമോ? അടുത്തത് സൽമാന്. എങ്ങനെയുണ്ട്? സൽമാനെ ബോട്ടിങ് കാണുന്നുണ്ട് ഇവിടെ വീഡിയോ ഇറങ്ങിയപ്പോഴേ. എങ്ങനെയുണ്ട്? സങ്കടം. അപ്പൊ നിങ്ങൾ കഴിക്കണില്ല? സൂപ്പ് വേണം. കാട്ടുംകാൽ സൂപ്പ് വേണം. അപ്പോൾ ഇതിന്റെ ഫുൾ മേലൊക്കെ എടുത്തട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ 2x കേട്ടോ. ഫുൾ പരിപാടി എടുത്തത് കോയക്കുട്ടിയൊക്കെ ഉണ്ടോ? കോയക്കുട്ടിയൊക്കെ വിത്ത് ഗൾഫ് എക്സ്പീരിയൻസ്, ഗൾഫിലെ സ്വന്തം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കോയക്കുട്ടിയൊക്കെ കേട്ടോ. സൗദി എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കോയക്കുട്ടിയൊക്കെ. ഒരു 8 മിനിറ്റ് എടുത്തിട്ടില്ല ഈ പരുവത്തിലാക്കി അറുത്തത് ലെവലാക്കാൻ. സംസാക പേടിച്ചാണ്ട് സങ്കടം കണ്ട് പാഞ്ഞു. അത് റിനാനും ഇരുത്തനി കേട്ടോ. റിനാൻ എന്തോ പിത്തസഞ്ചി എന്തോ കൊടുത്തിക്കണം. അത് ഒന്നായിട്ട് മുണങ്ങിയാൽ ജീവിതം വെളുക്കുന്നതാണ്. അപ്പോൾ അത് മുണങ്ങിയിട്ടില്ല, ഫ്രിഡ്ജിൽ വെച്ചിക്കണ്. ലുത്തിഫി വന്നിക്കണ്ട, ലുത്തിഫി മർസാനൊക്കെ വന്നിക്കണേ. പിന്നെ ബാക്കി പരിപാടികൾ കാണാം. ഓസോർക്ക് മറന്നാ സൗദേ. സുഹൃത്തുക്കളെ, 2 ആൾക്കാർ ഇവിടെ ഗപ്പിക്കുളത്ത് പോയി ചാടി സ്നേഹപ്രകടനം കാട്ടി ഒരാൾ ഉന്തിടാൻ, ഒരാൾ പോയി കണ്ട് മീൻ പിടിച്ചോ? മൂടൊക്കെ വേറെ കളർ അയക്കണേ. ഗപ്പിണ്ടോക്ക് ഉണ്ടാ? ബാങ്ക് കളി ചൊറിയൂ ഇതൊക്കെ. വെള്ളം കുടിച്ചോ? അങ്ങനെ കുളിച്ചാലോ? പാവത്തിന് എല്ലാരും ഇവിടെ തള്ളിട്ടാണ്ട് നമ്മളെ കമ്പനിന്റെ ടീഷർട്ട് പറഞ്ഞിട്ടുണ്ട്. മാറിക്ക് തിരിഞ്ഞേക്ക്. ഫോൺ വളർത്ത് കിട്ടോ? ആരുടെ ഈ പാവത്തിന് ഇതാരെ പൂട്ടിയേ? അപ്പൊ രണ്ടാളും മുങ്ങിയ ദൃശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരട്ടോ, എങ്ങനെ രണ്ടാളും മുങ്ങി വീണത് എന്നുള്ളത്.
വിഷ്വൽ ഉണ്ട് നമ്മളെ കയ്യിൽ, സേഫ് ആയിട്ട് വിഷ്വൽ ഇട്ടിക്കണ്. ആകട്ടെ കുറച്ച് വെള്ളം അടിച്ചാലോ? വാടാ എങ്ങനെ എന്തൊക്കെ ഒരു ചോയുണ്ട്. വേഗം പോയി കുളിച്ചാ ലുഡി. വേഗം പോയി കുളിച്ചാണി, വേഗം പോയി കുളിച്ചാണി. തലച്ചോറ് അമീബ. മുട്ട് മുകൾക്ക് വന്നിച്ച് pull your knees up, protect the armpits, back of the knees, side of the chest. ഇങ്ങനെ Protect your armpits. ഞോ Side of the chest and groin. Side of the chest. And groin എവിടെയാ? ഇങ്ങനെ അങ്ങനെ നിക്ക്. എന്നാ പെട്ടെന്ന് ചൂടാവും, അല്ല ഇതാവും, ഉണങ്ങും ബോഡി. അതിന് ഓനെ ബോഡി ഉണക്കിട്ട് കാര്യം കുപ്പായം ടൗസർ കൊടുക്കി ഇങ്ങനെയൊന്നും എന്നിട്ട് കാര്യമായിട്ട് ഓരോ കുപ്പായം ടൗസർ കൊണ്ടിട്ടാണ് കുപ്പായം മേലിട്ട് പോയി കുളിച്ചാനേ ഉള്ളുന്നേ. കൊണ്ടുപോകും. കൈ എടുക്കാൻ പാടില്ല. മറിക്കഞ്ഞേ എന്താ ബോട്ടിന്നുണ്ട് നമുക്ക്? എന്തേ ഇവനെ നീച്ചപ്പണ്ടേ മുണ്ടിലൊരു 14 ഒച്ച്. അജിയെ പൂച്ചന്റെ ഷാമ്പൂ കൊണ്ടാ കുളിപ്പിച്ചേ. ഈ സാധനവും ഇതിനും പോയി കുളിച്ചു പോരി, പോയി കുളിച്ചു പോന്നാണി. എടാ ഇതിനെ കുളിപ്പിച്ചാ വിട്ടാ. ഈച്ചു കുളിച്ചു പോന്ന ഈച്ചോ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ ചോറിയും. ഒന്ന് കുളിച്ചു പോന്നാ. കുതിര വിട രണ്ടാളും. ജുമ കണ്ടേനി അടുത്ത നിങ്ങളിട്ടാലോ? മാഞ്ഞാളം കളിച്ചാനോ? അപ്പൊ അത് ആടിനെ അറുത്ത ശേഷം നൈസായിട്ടൊന്ന് മഴ പെയ്തിട്ടാ. അപ്പൊ ഫോം വാഷ് ചെയ്യാൻ റിയാന് സ്വന്തം റിയാനോടെ മൂട് കുത്തി വീണുകണ്ട, നല്ല വികല് വീണുക്കണം. അപ്പൊ നമ്മൾ CCTV-യിൽ ആ ദൃശ്യം ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീണത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്ന റിനാൻ. വേണ്ട വേണ്ട ഒന്നും കൂടി മുകണം. സൂയിട്ടാ അവിടെ പച്ചമല്ലി വാങ്ങാൻ വേണ്ടിയിട്ട് 2 ടീം പോകുന്നുണ്ട്. നല്ല നല്ല മഴ, മാഷാ അല്ലാഹ്, അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാ നാട്ടിലും മഴ പെയ്യിപ്പിച്ചാണ്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം എല്ലാ നാട്ടിലും മഴ പെയ്യിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെന്താ ജിമ്മിൻ്റെ വണ്ടികൾ കേൾക്കില്ല കേട്ടോ. റിനാൻ അവറുകൾ പൊളിഞ്ഞെട്ടി വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ CCTV-യിലൂടെ ഡീകോഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. സൗദും ടീമും അവിടുന്ന് പോകുന്നു. കുറച്ചടിച്ചിട്ടാഫിയെ കുറച്ചുകൂടി വിഷ്വലാണ് നിങ്ങള. 15-16 അല്ലേ? അല്ല അവൻ കുപ്പായ ഊരിട്ടാ ഇറങ്ങണേ. അല്ല ഇതിനൊരു സൈഡിൽ കൂടെ ഇങ്ങനെ വരും കേട്ടോ. നടൂല് സൽമാൻ വണ്ടി പോവാൻ ഒരുങ്ങാട്ടാടെ. സൽമാൻ പോയിട്ട് തുടങ്ങാട്ടോ ബോസ്. മഴയിലെ ആനന്ദം കണ്ടെത്തി പോയതാട്ടോ. 2ാമത്തെ വരവില് ഇല്ലട്ടോ, അത് സൂയിടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങാട്ടോ ബോസ്. ഇനിയിപ്പൊ കണ്ടോ അയച്ചു പറയും. CCTV-യിൽ കിട്ടിയിരിക്കണ പറയും. മൂടൊക്കെ തട്ടി പോവാട്ടെ. എന്നിട്ട് മോളത്തേല് കറക്റ്റ് ഉണ്ടോ വാഫിയ? സെയിം ടൈം മോളത്തെ എടുക്ക്.
അത് അറിയാം. വ്ലോഗ് ബ്ലോഗാണേ, എല്ലാ വ്ളോഗിലും പറയാനാണ്. CCTV ഉണ്ട്. ഇതിൽ കിട്ടൂല. അതെ അതെ അതെ. ആ അതില് കറക്റ്റ് ആവും. അതിൽ പൊളിഞ്ഞ ട്യൂബ് കറക്റ്റ് ഉണ്ടാവും. സെൽമൊന്ന് ഫോക്കസ് ചെയ്താൽ 5x കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോയിട്ടോ ബോസ്. ആ സൽമാൻ ഇവിടുന്ന് എടുത്തോ, ഇവിടുന്ന് എടുത്തോ. അങ്ങോട്ട് പോയിക്കോ. ആണാണ് ഇപ്പൊ പോകും. ഇതിലിപ്പോ ഇല്ലല്ലേ, അതിലെന്നെ ഇട്ടോളൂ. ആ അയച്ചു പറയണ CCTV കിട്ടി. ഇവിടെ മഴ പെയ്ത് 3 പിരാന്തേക്കുണ്ടാ. മഴ പെയ്ത് പിരാന്തായ 3 വ്യക്തികൾ വണ്ടി ഫോം വാഷൊക്കെ ചെയ്യുന്നുണ്ട് മഴയത്ത്. എന്ത് കാര്യത്തിനാണാവോ. ഈ വണ്ടി കൊണ്ട് തന്നെയാവും മല്ലിച്ചപ്പും പൊതിനൊക്കെ വാങ്ങാൻ പോണത്. റിനാൻ അവിടെ ജിമ്മിൻ്റെ വണ്ടി കൈ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വണ്ടി കേട്ടാ. എനിക്ക് 10ാം ക്ലാസ് ഫുൾ A+ കിട്ടിയാലും ഉമ്മച്ചി വാങ്ങിത്തരും പറഞ്ഞ വണ്ടിയാണ്. അങ്ങനെ ഉമ്മച്ചി അവസാനം എന്ത് ചെയ്തു, 7+ 3 എന്തോ കിട്ടി. അപ്പം തന്നെ ഉമ്മച്ചിയെ വാങ്ങിത്തന്നു. ഉമ്മച്ചി എന്താ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും മാർക്ക് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഉമ്മച്ചി വേഗം വണ്ടി മലയിൽ തന്നെയാണ് വാങ്ങിത്തന്നു കേട്ടോ. മോട്ടർ പമ്പ് ചെയ്ത് കേൾക്കുന്നത് ഈച്ചു. ഇപ്പം ഈ വണ്ടി കൊണ്ടിറക്കണ ഈച്ചു കേട്ടോ ഹിമാലയന്. ജിമ്മി മൂടോടെ വണ്ടി കേൾക്കുന്ന ജിമ്മി. മൂട് കാണിച്ച് വണ്ടി കേൾക്കുന്ന റിനാൻ. അപ്പോൾ സുഹൃത്തുക്കളെ ഇതാ ക്ലോസ്ക്ക് വാ. നമ്മളാട് ഇവിടെ ബന്ധുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല കൊച്ചൻ, നല്ല ഇളം കൊച്ചൻ ഉണ്ടത്. നല്ല കൊച്ചൻ്റെ അവസ്ഥ ഇങ്ങനെ കണ്ട് വറ്റിച്ച് വെച്ചണ്ടല്ലോ, തീ പാറും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഈ പത ഇങ്ങനെ ഇവിടെ സൈഡിൽ പത കൂടുണ്ടാവും. പത മൊത്തം എന്ത് ചെയ്യണം, ഒഴിവാക്കണം കേട്ടോ. അതേപോലെ നല്ല മഴ കേട്ടെന്ന്. ഇടാനായോ? ഇടട്ടെ. അപ്പം ഇനി നമുക്കിവിടെ ലഭ്യമായ സ്പൈസസ് ഇതിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ആദ്യം 2 തേക്കിൻ്റെ ഇല, കറുവപ്പട്ടൻ്റെ ഇല, കുരുമുളക്, ത്രിഫലം, തിപ്പല്ലി, ഇതൊക്കെ ദീക്ക് ചാടി. ചെറിയ ഇത് പിടിച്ച് ഏലക്കായി, നല്ല ജീരകം, വലിയ ജീരകം എല്ലാം ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. മാറിക്ക്. നമ്മച്ചിൻ്റെ എളുപ്പമൊന്നും വേണ്ട, അത് ഫുള്ള് നമ്മൾ തന്നെ ചെയ്യും. ഉപ്പിടണോ? ലേശം. അതിനിത് നോളജ് ഇല്ലാത്ത പണ്ടാരിയാണ്. കോയക്കുട്ടിയെ കിട്ടല്ലേ? ഉപ്പിൻ്റെ അളവ് എനിക്കറിയില്ല. 2 സ്പൂണാ? ഇനി ഇടണോ? 3 സ്പൂൺ ഉപ്പ് ഇട്ടു കേട്ടോ. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ അതിൻ്റെ ഒരു ആടുമണം കൊണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കിടലൻ സ്മെല്ല്. ഇത് കാണിച്ചു കൊടുത്താ എല്ലാവർക്കും സ്മെല്ല് കിട്ടണ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മളിതാ ഇഞ്ചി, ക്യാപ്സിക്കം, ഉള്ളി ഒക്കെ ഇടാൻ പോവാ കേട്ടോ. നല്ല സ്മെല്ലുണ്ടോ? ഇഞ്ചി ക്യാപ്സിക്കം ഇട്ടോ, സെറ്റാക്കാണ്.
ഇഞ്ചിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടുന്നുണ്ടല്ലോ ആട്ടർച്ചിമ്മ പൊടിച്ചിട്ടോ. ഇതെന്താ 460 മാഗി ക്യൂബ്. എന്താ എടുക്കണേ ഇതിന് ഇവിടെ വന്നാ നമ്മള് എന്താ ഉണ്ടാക്കാൻ പോണേ? എന്ത് മന്തി? ഗോഡ് മന്തി. ഗ്രീൻ പീസ് ഇല്ല, ഏലക്കായി. ആ ഉപ്പുണ്ടായിക്ക നാമക്കേ ഭണ്ടാരിയൊക്കെ നാമക്കല്ല അവകാശമുണ്ട്. എന്തുണ്ടാക്കാൻ പോണ അഫീഫേ? നല്ല നല്ല അടിമന്തി, നല്ല മണമുണ്ട്. ഞാൻ ഇങ്ങനെ ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ആ സ്റ്റെപ്പിന് എടുക്കേണ്ട മണം. പൊളിച്ചില് സാധനം മണകുടാശ് മന്തി. കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, അളവൊക്കെ കറക്റ്റല്ലേ കുട്ടിയൊക്കെ? കൈപ്പുണ്യ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കൈപ്പിണ്ണ മാത്രമേ ഉള്ളൂ, അളവൊന്നും അറിയില്ല. അളവൊന്നും കറക്റ്റ് അറിയില്ല. ഇത് സൂപ്പനാ, ഇത് സൂപ്പാ. ഇതാണ് സൂപ്പ്. അതിന്റെ അവിടുന്ന് കോരി വെച്ചിരിക്കണം. പിടിച്ചാ ആൾക്കാർക്ക് വിശദീകരിച്ചെടുത്ത് ഇളക്കുക. അപ്പോൾ നമ്മൾ ആടുമന്തി പറഞ്ഞാൽ ഭയങ്കര പുണ്യമായൊരു മന്തിയാണ്. ആടിൻ്റെ അത്ര ഒരു പുണ്യമായൊരു ഭക്ഷണം ഈ റമദാൻ മാസം നമുക്ക് പുണ്യമായൊരു പുണ്യമാണ് ആട്. ആടിനെ വാങ്ങിയത് എന്തുകൊണ്ടൊരു നല്ലതായി. മാഷാ അല്ലാ. ആടിനെ നമ്മൾ അറക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിലും അല്ലേ? സങ്കടമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ മന്തിക്ക് ആവശ്യമായ അരി ബസുമതി അരി. ഇതെന്തരി അമ്മ? റേഷൻ അരിയോ? ഇതെന്തരിയാ? ആ ബസുമതി ഗോൾഡ്. അതായത് എടുക്കുമ്പോ ഹൈ ക്വാളിറ്റി, കഴിക്കുമ്പോ ഇതെന്താ ആട്ടിങ്ങനെ അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. ഹൈ ക്വാളിറ്റി റൈസ് ആണ് ഇത്. നമ്മളെ ഇറച്ചിന്റെ തിക്നെസ് കാണുന്ന വന്നോട്ടോ. അഫിന്ന് കാണിച്ചു കൊടുത്താ ഇറച്ചിന്റെ അത് കാണിച്ചൊരു ക്യാമറയില്ലേ ജിമ്മി ക്ലോസ് പിടിച്ചാ. ആ നമ്മളെ മട്ടൻ വന്ന വേവ് കണ്ടോളിട്ടോ. ഒന്ന് ഫ്ലാഷ് അടിച്ചാ സൽമാനേക്ക്. എല്ലുമ്പോ ഊരി പോരുന്ന ടൈപ്പാക്കി വെച്ചിട്ടുണ്ട് നമ്മള്. വേവണേ വേവ് കറക്റ്റല്ല അംശോക്ക? കണ്ടത് കറക്റ്റാക്കി വേവ്. അതിലൊന്നുകൂടി ആവാണ്ട് കേട്ടോ. വെയിറ്റിംഗ്. യെസ്, ആടുവന്നിന്റെ വീട് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ? രസത്തിനാണ് ഇട്ടല്ലേ. ആടിനെ തോലിച്ചിട്ടൊരു വീടിയടാ. കോയക്കുട്ടിയൊക്കെ അതിൽ അഗ്രഹണ്യനാ. ഇത് സീനായിട്ടോ. ഇറച്ചി ഒടുക്കത്തെ സ്മെല്ല്. ഇല്ല വെക്കണോലെ മണത്താൻ പറയില്ല. എന്റെ മുറിയും കുറച്ചും കൂടി വെന്തിട്ടിടാം. ആവാണ്ടല്ലേ? ഇതില് വെള്ളം ഉണ്ടേ. അപ്പൊ ഇതാ സിദിൻ അല്ല റിനാന് വീണ വിഷ്വല് തത്സമയം എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ചോറുകൾ കൊണ്ടുവന്നൊക്കെയാണ്. പേടിക്കണ്ട, ഒന്നീ പഠിച്ച മൂന്നാ മാറി മാറി മാറി. കോയക്കുട്ടിയാക്കാൻ നാളി
ഞാൻ ഒറ്റക്കത് കുടിച്ചില്ല. അല്ല കോയക്കുട്ടിയൊക്കെ പറഞ്ഞെടുത്താളി, എന്നാ ഞാനും കോയക്കുട്ടിയേക്ക് നിക്കാം. ആയിക്കോട്ടെ. അല്ല ഞാൻ കൂടെ നീ അത് ഇങ്ങോട്ട് എടുക്കാം. കഴിഞ്ഞോ? അപ്പൊ ഞാൻ എന്തിനൊന്നും ഊറ്റിടാനായോ? അല്ല നീ ഊറ്റിടാ. ഊറ്റിയെടുത്തേ ഊറ്റിയെടുത്തേ. അപ്പൊ നമ്മള് അരി ഊറ്റിയിടാൻ പോവാട്ടോ. ഏയ് പ്രൊഫഷണലായി കളി, ഇനി പ്രൊഫഷണൽ കളികൾ മാത്രം. ആടുമന്തിയൊക്കെ ഉണ്ടാക്കിയ ബിഗിനർ ഷെഫ് ഏതാ? ഇനി പണ്ടാരി പരിപാടി കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കട്ടോ. സൽക്കാരം കല്യാണം എല്ലാം വെച്ച് നമ്മൾ കേട്ടോ. ഇത് ഫുള്ളിടണ്ടേ? ഇത് മതി നിമിഷ, മതി. ഏത് ഇപ്പൊ ഗായ്സ് ഇവിടെ മാറി വ്ളോഗർ സ്ഥിതി വന്നിക്കണ്. അപ്പം ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാല് സൗദി തുണി എടുക്കാൻ പഠിച്ചാണ്. സൗദേ പഠിച്ച് എടുക്ക് എടുക്കണോ കട എടുക്ക്. ആദ്യം കണ്ട കുത്തണ്ടേ? ആ എന്നിട്ട് അത് മനസ്സിലായില്ലേ? മറ്റേതേ എടുത്തിട്ട് ഇതിങ്ങനെ ടൈറ്റ് ആക്കി അവിടെ ഇങ്ങനെ ഇതെന്തിനറിയോ? ഇതെന്തിനറിയോ? ഇത് ഫോം വെക്കാനാണ്. ഫോം വെക്കാനുള്ള പോക്കറ്റാണ്. പോക്കറ്റ് ഒക്കെ ഉണ്ട്. ഇതെടുക്കേ, ഇനി എടുത്തോ. ആ എടുക്കതേ എത്താ അവിടെ മാത്രം കേറിക്കണേ. തീർച്ചയാണ്ട് കൊളുത്തിയോ? ഫിഫിന്റെ ടൗസർ അല്ലേ? തുണി എടുക്ക കൊടുത്താ. അപ്പൊ തുണി എടുക്കുക എങ്ങനെയുള്ള ട്യൂട്ടോറിയൽ ജിതിന് കാണിച്ചു തരട്ടെ എല്ലാവർക്കും. മൂടന്ന് കാണിച്ചു. കറക്റ്റ് കേട്ടോ. ഓ കാറ്റ് കിട്ടണ നരസിംഹത്തില് ലാലേട്ടൻ വരുന്ന പോലെ. ഈ തുണിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇത് എടുക്കാനേ കഴിയില്ല. ഇതെല്ലാം സുഖം, ട്രൗസറാണ് ഏറ്റവും സുഖം. എന്താ വേണ്ട ഇന്ന് തിന്നാൻ? കട്ട്ലറ്റ് വേണോ സമൂസ വേണോ? സമൂസ ഒക്കെ വേണം. ഒക്കെ വേണം. സമൂസ മറ്റെന്താ വെച്ചാൽ നിങ്ങൾ എല്ലാ കടിയും കൂടി നിങ്ങൾ എല്ലാവരും കൂടെ കടി നിന്നുകൊണ്ട് ചോറ് ബാക്കിയാവും. അപ്പൊ നമ്മൾ കടി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാം. അപ്പൊ നമ്മളിപ്പോ ചെയ്തെന്താ വെച്ചാല് സിദിനൊക്കെ വേണ്ടി പവർ കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? ആട്ടുംചോര മേലെ കൂടെ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മള് ആട്ടുംചോര. അത് എന്താ വെച്ചാല് എന്താണ് ബാക്കി അറിയില്ലേ? അപ്പൊ ആട്ടുംചോര മേലെ കൂടെ വെച്ചിട്ട് എന്താ ഒരു കപ്പ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ്? ദാനം വാങ്ങാൻ. എല്ലാവരും 200 ചെടി ചെലവുണ്ട്. സ്മോക്ക് ഇട്ടോ. അപ്പൊ കുറച്ച് കനലിട്ടു. എണ്ണ ഇതിൽ കൊയ്ക്കണ്ടേ? കോഴിക്കുട്ടിയെ കൊയ്ച്ചോ പേടിയാവോ? ദമ്മിട്ടു. ഇനി ഇവിടെ ഒരാൾ ഇരിക്കും. ഫർസാന്തിന് മേലെ കയറിയുന്ന
കനമാണേ ഞാനല്ല ഇതിന് വേണ്ടി ഇരിക്കോ എന്താ അപ്പം ഇതാട്ടോ ഒരു ഓളോ ബ്രിക്സ് വെച്ച് അടച്ചു കേട്ടോ. സമാധിയാക്കി സമാധി. അപ്പോൾ സുഹൃത്തുക്കളെ, ആടുമന്തി ഒരുക്കിയ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മറ്റുള്ള പേരും വീഡിയോകൾക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കൽ പരിപാടി, കറിക്കരിയൽ, അതുപോലെ സ്നാക്സ് അരിയൽ പരിപാടികളിലാണ് നമുക്ക് കടക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ നോമ്പ് തുറൻ്റെ വ്ളോഗും അങ്ങനെ 2-3 വ്ളോഗ്സ് എന്തായാലും ഓൺ ദ വേ ആണ്. എല്ലാവർക്കും വരിയായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു എളിയ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. അടുത്ത വ്ളോഗിൽ കാണാൻ മറക്കരുത്.